സമയം രാത്രി 7 മണി. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്യാപ്റ്റൻ പൈററ്റ് ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്ത്യ ആയിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ കൊച്ചി ടു ബാംഗ്ലൂരുമാണ്. ബാംഗ്ലൂരിൽ ചെന്നിട്ട് വേണം നമുക്കൊരു ബസ് എടുക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ബാംഗ്ലൂരിലോട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം ഡൊറാഡോയിലാണ് പോകുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഒരു കൂട്ടുകാരനെ വിളിക്കണം. നമ്മൾ പോകുന്ന ഡൊറാഡോയുടെ സോണിക്കിലാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് ബോറടിപ്പിക്കാതെ പെട്ടെന്ന് നമുക്ക് പോവാം. ഇയാളങ്ങ് നടന്നെത്തുമ്പോൾ തന്നെ രാവിലെയാവുമെന്നാണ് തോന്നുന്നത്. ഇതേ കിടക്കുന്ന ഗൈസ് നമ്മുടെ ഡൊറാഡോ ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ കിടക്കുകയാണ് ഗൈസ് ഇവിടെ. നമുക്കിനി ഈ വണ്ടി എവിടെയും തട്ടാതെ നൈസായിട്ട് പുറത്തിറക്കി നമ്മുടെ കൂട്ടുകാരനെ വിളിച്ച് നേരെ ബാംഗ്ലൂരിലോട്ട് പോവാം. ഗൈസ്, അതിസാഹസികമായി നമ്മൾ അവിടെ നിന്ന് ഇടയ്ക്ക് നിന്ന് വളച്ചെടുത്തതുണ്ട്. ഇനി നമുക്കെന്തായാലും നമ്മുടെ കൂട്ടുകാരനെ പിക്ക് ചെയ്തിട്ട് പോകാം. ഇനി നമുക്കിവിടെ നിന്ന് യൂ ടേൺ എടുത്ത് തിരിഞ്ഞ് പോകണം. ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ കൂടെ ലൈക്കും കൂടി അടിച്ചേക്ക്. ബെല്ലൈക്കനും കൂടി ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന കിടിലൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇനി നമുക്ക് പെട്ടെന്ന് പോകാം. നമ്മുടെ കൂട്ടുകാരനെയും കൂടി വിളിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അവനെയും വിളിച്ചുകൊണ്ട് വേണം പോകാൻ. നമുക്കൊരു പാട്ടിട്ടുകൊണ്ട് പോവാം. ജല്ലല്ലേ റോസ് വാട്ടർ സ്മെല്ലല്ലേ മുത്ത് കായ്ക്കണ ഷെല്ലല്ലേ അല്ലേ അല്ലേ ഹാർട്ട് ബീറ്റിന് ഡ്രമല്ലേ വീണ് കിട്ടിയ ജമ്മല്ലേ ഡിസ്നി തൊട്ടൊരു ബൊമ്മല്ലേ അല്ലേ ചിരിച്ചതല്ലേ കോൾക്കേനോ തിളച്ചതല്ലേ നീ ഓക്കേ സൊല്ലേടി അടവമ്മലേ അടവമ്മലേ ഫെയറി ടെയിലിൻ പ്ലോട്ടിവളേ അടവമ്മലേ അടവമ്മലേ ഫീൽ ഗുഡ് മില്യൺ ഹിയർ കം ക്ലൈമാക്സ് അടവമ്മലേ ഗൈസ്, അങ്ങനെ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി ഗൈസ്. ഇവിടാണ് അവൻ്റെ വീട്. ഇവൻ വരുമ്പോഴത്തേക്കും കുറേ നേരം എടുക്കും ഗൈസ്. 2000 years later. അങ്ങനെ ഗൈസ്, മണിക്കൂറുകൾക്ക് ശേഷം അവൻ വന്ന് വണ്ടിക്കകത്ത് കയറി ഉടനെ അവൻ കയറി കിടന്നുറങ്ങിയവൻ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമുക്കതിന് നമ്മുടെ സ്ഥലം എത്തുമ്പോഴത്തേക്കും അവനെ വിളിക്കാം. ഈ സ്ഥലം കാണാൻ നല്ല രസമുണ്ടല്ലേ ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. നമ്മുടെ വണ്ടിയുടെ നെയിം ബോർഡൊക്കെ ഇട്ടാണ് കേട്ടോ ഗൈസ് നമ്മൾ ഇറക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവരൊന്നും ഹോൺ അടിച്ചാലൊന്നും മാറത്തൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് അവരുടെ മണ്ടയിൽ കൂടെ കയറ്റിയാലും കാര്യമൊന്നുമില്ല, ഒരു ജാവത്തൊന്നുമില്ല. വേണമെങ്കിൽ ഒന്ന് ഹോൺ അടിക്കാം അല്ലേ ഗൈസ്.
ഗൈസ് നമ്മൾ എത്ര ഹോൺ അടിച്ചാലൊന്നും ഇവരൊന്നും മാറി തരത്തില്ല. എന്തായാലും നമ്മളെ സൈഡിൽ കൂടെ എടുത്തുകൊണ്ട് പോയത് തന്നെ വേണം. ഓ ഇവിടെ ബ്ലോക്കായി. എന്തായാലും നമുക്ക് പെട്ടെന്ന് നമുക്ക് ബാംഗ്ലൂരിലോട്ട് വിടാം. ഗൈസ് നമ്മളീ പോകുന്ന വഴിക്കാട്ടോ നമ്മുടെ താമരശ്ശേരി ചുരം. നമ്മൾ ചുരം കയറുന്നതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. ചുരം കയറാനാണെങ്കിൽ ഇഷ്ടം പോലെ സമയം എടുക്കും. നമ്മൾ അതൊന്നും കാണിക്കാതെ സ്കിപ്പ് ചെയ്ത് പോവാണ് ഗൈസ്. പിന്നെ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ. കൂടെ ലൈക്കും കൂടി ചെയ്തോ, ആവശ്യം വരും. ആ പാട്ടിട്ട് വന്നതിൻ്റെ ഒരു ഫ്ലോ എങ്ങ് പോയി. ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പാട്ടിടാതാണെങ്കിൽ പോയി. ഇനി അവനെ പിടിച്ച് ഇനിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഗൈസ് നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ബാംഗ്ലൂർ എത്തി ഗൈസ്. ഒരുത്തൻ ഇത്ര നേരമായിട്ട് ഉറക്കം എണീച്ചില്ല. നമുക്ക് അവനെ ഇപ്പോൾ ഉറക്കം എണീപ്പിക്കാം. ഉറക്കം എണീക്കടേ. എഴുന്നേക്കടേ, സ്ഥലത്തേടേ. എന്തുവാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുവല്ലേ, ഞാൻ കുറച്ചു നേരം കൂടി കിടന്നുറങ്ങിക്കോട്ട്. ഗൈസ് ഇവൻ ഇങ്ങനെ വിളിച്ചാൽ ശരിയാകത്തില്ല. നമുക്ക് വേറെ വഴിയിൽ വിളിക്കാം. ആ പോന്ന ചേച്ചി കൊള്ളാലേ. കാണുന്നില്ലല്ലേ? അപ്പം നിനക്ക് ഇങ്ങനെ പറഞ്ഞാൽ നിനക്ക് ഉറക്കം എനിക്ക് അറിയാം അല്ലേടാ. നമുക്കറിയാവുന്ന ചേച്ചിയാണോ എന്നറിയണ്ടേ, അതുകൊണ്ടാ. നീ വിഷയമൊന്നും മാറ്റണ്ട. എന്തായാലും നമ്മുടെ സ്ഥലം എത്തി. നീ ഇനി ഉറങ്ങല്ലേ. നമ്മൾ വണ്ടി മേടിക്കുന്ന ആൾക്കാർ ഇവിടെ ഒരു സിനിമ തിയേറ്ററിൻ്റെ സൈഡിലായിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി വണ്ടി ചവിട്ടി നിർത്താം അവിടെ. എന്നാ പിന്നെ എനിക്ക് ഈ വണ്ടി ഒന്ന് ഓടിക്കാൻ തരുമോ? ഓടിക്കാനൊക്കെ തരാം. നീ എവിടുന്ന് നാട്ടിലോട്ട് ഓടിച്ചുകൊണ്ട് പോകണ്ട. അഥവാ ഇത് എവിടെ നീ കൊണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ നീ കൊടുത്തോണം. പിന്നെ എന്നെ കിടന്ന് വിളിക്കരുത്, ഞാൻ മൈൻഡ് ചെയ്യൂല. ശരിയാണോ? എന്തായാലും കഴിച്ച് നമ്മുടെ തിയേറ്റർ എത്താറായി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. നമ്മളെന്തായാലും തിയേറ്റർ എത്തിയിട്ട് നമുക്ക് വണ്ടി ഒതുക്കിയിട്ടിട്ട് അവരെ വിളിക്കാം. ഇവിടെ മൊത്തം പോലീസാണല്ലോ. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ആ കാണുന്ന നമ്മുടെ തിയേറ്റർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്ത് തരാം. നീ ഇതിനകത്ത് ഇരി, ഞാൻ പോയിട്ട് ഒന്ന് അവരെ വിളിച്ചിട്ട് വരാം. ഗൈസ് എന്തായാലും നമുക്ക് അവരെ പോയി വിളിച്ചിട്ട് വരാം. അവർ ഈ സിനിമ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ് വരാമെന്ന് പറഞ്ഞ്. അവിടെ പോയി ജസ്റ്റ് ഒന്ന് തിയേറ്ററിൻ്റെ അവിടെ പോയി നോക്കിയിട്ട് വരാം അവരവിടെ ഉണ്ടോയെന്ന്. ഗൈസ് ഇതാണ് നമ്മുടെ സിനിമ തിയേറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ അവർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. നമുക്കെന്തായാലും അവരെ ഒന്ന് വിളിച്ച് നോക്കാം. ഗൈസ് അവർ ഇങ്ങോട്ട് വിളിക്കുന്നു. ബ്രോ നിങ്ങൾ എത്തിയോ? ഞങ്ങളെത്തി. ഞങ്ങളിത്തിരി ലേറ്റാവും. നിങ്ങളെന്തായാലും ഒരു കാര്യം ചെയ്യും, ഞാൻ ടിക്കറ്റ് ഇട്ട് തരാം. നിങ്ങൾ കയറി സിനിമ കണ്ടോ? നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളത്? അതെ ബ്രോ. എന്തായാലും ഞങ്ങൾ സിനിമ കാണാം. നിങ്ങൾ വന്നിരുന്നാൽ മതി. ഓക്കെ ബൈ. ഗൈസ് നമുക്ക് അവനെ വണ്ടിക്കകത്ത് ഇരിക്കുക. നമുക്ക് പോയി അവനെ വിളിച്ചുകൊണ്ട് വരാം. ഗൈസ് എന്തായാലും സമയം ഇപ്പോൾ ഒരു 8 മണിയായി. എന്തായാലും നമുക്ക് അവനെ പോയി വിളിച്ചുകൊണ്ട് വരാം. നമുക്ക് ഇരുന്ന് സിനിമ കാണാം. എന്തായാലും ഇറങ്ങി വാടേ, നമുക്ക് ഒരു സിനിമ കാണാൻ പോവാം. വാടേ. ശരിയാണോ? വാടാ. അവർ എന്തായാലും ലേറ്റ്. എന്തായാലും നമുക്ക് ഒരു സിനിമ കണ്ടിട്ട് വരാം. എന്തായാലും ഇപ്പം വാഴ 2 ഉണ്ടല്ലോ, അപ്പോൾ നമുക്കത് കാണാം എന്തായാലും. അപ്പോൾ ഗൈസ് എന്തായാലും ഞങ്ങൾ സിനിമ കണ്ടിട്ട് ഇറങ്ങുന്ന സമയം കൊണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിച്ചോ. മാക്സിമം ലൈക്ക് അടിച്ച് പൊട്ടിച്ചോ ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് കയറി ഒന്ന് സിനിമ കണ്ടിട്ട് വരാം. 2 hours later. ഇപ്പോൾ സിനിമ എല്ലാം കണ്ട് നമ്മൾ ഇറങ്ങി. നല്ല കിടില സിനിമയായിരുന്നു ഗൈസ്. ആരുടെ ഇവിടെ കരയുന്നത്? നീ എന്തിനാണ് കരയുന്നത്?
സിനിമ കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്റെ ചേട്ടനായിരിക്കും ഓർമ്മ വന്നാ. ദേ കൊച്ചു പയ്യെ കിടന്ന് കരയാതെ ഇങ്ങോട്ട് വാടാ. നീ ഇതിൻ്റെ കരയുന്നതിനാ, വാ ഇങ്ങോട്ട്. എന്തായാലും നമ്മുടെ പുതിയ വണ്ടി വന്ന് കാണും, നീ ഇങ്ങോട്ട് വാ. നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും നീ ഈ വണ്ടി നീയാണല്ലോ നാട് വരെ കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയി അവരുടെ ഷെഡിൽ കൊണ്ടിട്ട് എൻ്റെ വീട്ടിലോട്ട് വരണേ അങ്ങ്. ഞാൻ വീട്ടിൽ കാണും. ആ ശരിയാണോ? എന്തായാലും നീ ചെല്ല്, ഞാനും പോയി എൻ്റെ വണ്ടി നോക്കട്ടെ. ആ ശരിയാണോ? എന്തായാലും കഴിച്ച് നമ്മുടെ പുതിയ വണ്ടി എന്നാലും നമുക്ക് പോയി നോക്കാം. നമ്മുടെ വന്ന വണ്ടി ഇവിടെ കിടപ്പുണ്ട്, എന്തായാലും നമുക്ക് പോയി നോക്കണം. ഗൈസ്, പിന്നെ ഞാൻ പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന വണ്ടി ഏതാണെന്ന് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന സെഡോണാണ് ഗൈസ്. ഞാനിത് എടുക്കാൻ കാരണം വേറെ ഒന്നുമില്ല, അവരുടെ ക്യാബിൻ വർക്കും പിന്നെ വോക്കലൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നെയിം ബോർഡൊക്കെ ഉണ്ടെന്നല്ല, അതുകൊണ്ട് മാത്രം ഞാൻ അത് എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ലായിരുന്നു. BS6 ആ സംഭവം. അപ്പോൾ അവർ പറഞ്ഞത് ആ ഭാഗത്ത് അങ്ങോട്ട് കൊണ്ടിടാന്നാണ് പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഗൈസ്, നമ്മുടെ വണ്ടി കൊണ്ട് കിഡിലെ ലുക്കിൽ അവിടെ കിടപ്പുണ്ട്. പിന്നെ അവർ അവരുടെ സ്റ്റിക്കർ വർക്കെല്ലാം മൊത്തം അവർ ഇളക്കി കളഞ്ഞ്. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് സ്റ്റിക്കർ അടിച്ചോളാം. നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതായത് നമ്മുടെ വണ്ടി ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ കിടക്കുക ഗൈസ്. ഗൈസ്, എന്തായാലും അപ്പുറത്ത് ഒരു ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലം കിടപ്പുണ്ട്. എന്തായാലും ഞാൻ അവിടെ കയറ്റിയിട്ട് നമ്മുടെ വണ്ടിയുടെ നെയിം ബോർഡും വോക്കലും ഒക്കെ കാണിച്ചു തരാം. നമുക്കെന്തായാലും ഈ വണ്ടി ഇനി കൊണ്ടുപോയിട്ട് കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പൈസ ഞാൻ നേരത്തെ അവർക്ക് ഗൂഗിൾ പേ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. ഇനി നമുക്കിവിടുന്ന് നൈസായിട്ട് നമ്മുടെ വണ്ടി ആ ഗ്രൗണ്ടിലോട്ട് കയറ്റാം. അപ്പോൾ ഗൈസ്, അങ്ങനെ അതിസാഹസികമായി ഞാൻ നമ്മുടെ വണ്ടി ഈ ഗ്രൗണ്ടിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ ഈ വണ്ടിയുടെ നെയിം ബോർഡിൽ ഒറ്റ ലൈറ്റാണ് കത്തുന്നത്, പക്ഷേ അത് ഫ്ലിക്കറിങ്ങുമാണ്, ഇങ്ങനെ ഓടി ഓടി കളിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് മാത്രം എനിക്ക് അത് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു എനിക്കത്. നമ്മുടെ വണ്ടിക്ക് ഇത്തിരി ബ്രേക്ക് കുറവാണെന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, അത് നമുക്ക് പിന്നെ റെഡിയാക്കാവുന്നേ ഉള്ളൂ അതൊക്കെ. ഇപ്പോൾ ഗൈസ്, നമ്മൾ നല്ല ദൂരത്തിൽ നമ്മുടെ വണ്ടിയുടെ വോക്കൽ വർക്കും ലൈറ്റും എല്ലാം ഓണാക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ്. എല്ലാം സെറ്റാണ് ഗൈസ്. ஒன்ன சத்து சத்துன்னு அடிய போட்டு விட்டுருவேன். என்ன சண்டைக்கு கூட்டாமும் ஒன்ன பந்தயம் போட்டு நாம்பிய போல வந்தண்டி மன்னிப்பு கேட்டு அப்பையும் வீட்டுல கொட்டுக்க போறாங்கல்ல போலீஸ் கம்ப்ளைண்ட். முண்டா என்ன கூண்டுல நிப்பாட்டு, நம்மளுக்கும் இருக்கு சப்பாட்டு. உன்னை கூட்டுன்னு போவேன் ஜீப்ல வச்சு கட்டின பொண்டாட்டி. அவங்க டாக்டர் லாப வரவேற்பாங்க உன்னோட மாமியா. பெரிய டான்ஸ் ஃப்ளோரா கிடண்டி என்னோட ஏரியா. உந்தோ சூப்பா சீதோ பிளாட்டே மரியா. இது துட்டக்கம் துட்டக்கம் கிட்டுக்கொண்ட நட்டுக்கம் நட்டுக்கமே. அது நொடுக்கம் ஒடுக்கம் நின்றை கபரடக்கம் அடக்கமே. இது துட்டக்கம் துட்டக்கம் கிட்டுக்கொண்ட நட்டுக்கம் நட்டுக்கமே. அது நொடுக்கம் ஒடுக்கம் நின்றை கபரடக்கம் அடக்கமே. அடி போட்டே. ലൈറ്റും വോക്കലും ഒക്കെ ഇട്ടപ്പോൾ നമ്മുടെ വണ്ടി കിഡിലായി ഗൈസ്, സെറ്റാണ് ഗൈസ്. എന്തായാലും ഗൈസ്, നമ്മളിനി നാട്ടിൽ ചെല്ലുമ്പോൾ ഇത് ഒരു 1.5 വരവായിരിക്കും നമുക്ക് നാട്ടിലെത്തുമ്പോൾ. ഗൈസ്, എനിക്ക് അകത്തെ സെറ്റ് വർക്ക് നിങ്ങളെ മൊത്തം കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷെ ഇത്തിരി പാടാണ് കാണിക്കാൻ. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇനി പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലോട്ട് വിടാം. ബൈ ദ ബൈ, ഞാൻ പുറത്തോട്ടിറങ്ങാനുള്ള വഴി മറന്നു ഗൈസ്. ഇനിയിപ്പോൾ നമ്മളിനി ഏത് വഴി ഇറക്കും? ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുതിയൊരു വഴി കണ്ടുപിടിക്കേണ്ടതായി ഇരിക്കുന്നു.
അപ്പോൾ നമ്മളെ പുതിയ വണ്ടിയും കൊണ്ട് നാട്ടിലോട്ട് എത്തുമ്പോഴത്തേക്കും വണ്ടിക്കുള്ള പുതിയൊരു എൻട്രിക്കായിട്ട് നമ്മുടെ കൂട്ടുകാരനെ വിളിച്ച് പറയാം. നമ്മുടെ ഒരു അടുത്തുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയണം ഒരു കിഡിൽ എൻട്രി സെറ്റാക്കി വെക്കാൻ പറയാം. ഓക്കെ ഗൈസ്, ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് അടി ഗൈസ്. ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചു. നിങ്ങൾ ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് ഉള്ള വഴി കിട്ടും ഗൈസ്. നമുക്ക് ഒന്നുകൂടെ പാട്ട് ഇട്ടുകൊണ്ട് പോകാം ഗൈസ്. ഹട്ടിലൊട്ടിയ ജല്ലല്ലേ, റോസ് വാട്ടർ സ്മെല്ലല്ലേ, മുത്ത് കായ്ക്കണ ഷെല്ലല്ലേ, ഹാർട്ട് ബീറ്റിന് ഡ്രമ്മല്ലേ, പിന്നെ കിട്ടിയ ജമ്മല്ലേ, ഡിസ്നി തൊട്ടൊരു ബൊമ്മല്ലേ, നിരന്തരം നീ തപസ്, കുലുങ്ങലായി കൊലുസ്, മൃദംഗമായി ഞാൻ അനുരാഗം, തലച്ചിങ്ങം പടച്ചതല്ലേ, വല്ലിപ്പ ചിരിച്ചതല്ലേ, volcano തിളച്ചതല്ലേ, നീ okay സൊല്ലേടി, അടവമ്മാലേ, അടവമ്മാലേ, fairy tale in കോട്ടിമലേ, അടവമ്മാലേ, അടവമ്മാലേ, feel good girl, ഞാൻ തീർക്കാം climax. അടവമ്മാലേ. എത്താത്ത കൈ എത്താത്ത കിട്ടാത്ത പൂ കിട്ടിക്കാം, മങ്ങാത്ത തൂവെണ്ണ കല്ലിൽ നിന്നെ വരച്ചിടാം. എത്താത്ത കൈ എത്താത്ത കിട്ടാത്ത പൂ കിട്ടിക്കാം, മങ്ങാത്ത തൂവെണ്ണ കല്ലിൽ നിന്നെ വരച്ചിടാം. എടി സിൻഡ്രലേ, തെണ്ടലേ, ഒരു ജനുവരി മഴ ഇവളെ, ലവ് ഡെഫിനിഷൻ ഇനി ഇവളെ, നിരന്തരം നീ തപസ്, കുലുങ്ങലായി കൊലുസ്, മൃദംഗമായി ഞാൻ അനുരാഗം, ചരഞ്ചിങ്ങ പടച്ചതല്ലേ, വല്ലിപ്പ ചിരിച്ചതല്ലേ, volcano തിളച്ചതല്ലേ, അങ്ങനെ ഗൈസ് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ എത്തി ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ നാട്ടിൽ എത്തുന്നതിൻ്റെ അടുത്തൊരു പാർട്ട് വീഡിയോ ആയിട്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും വെയിറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.